ഫ്രണ്ട്സ്, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനിവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ വന്നതാണ്. ഇവിടെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ക്യൂട്ടായിട്ടുള്ള കുറേ നല്ല സാധനങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം ഈസ്റ്ററും റമദാനും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വന്നേക്കുന്നത്. ഈ ഒരു ഫ്ലവർ വേസ് നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. അതിന് 4 യൂറോയാണ് റേറ്റ്. അപ്പം ഞാനതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഈ കപ്പ് നോക്കിയാൽ നല്ല അടിപൊളി കപ്പ്, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി കപ്പാണേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ പറ്റുവേ. ഇത് പില്ലോടെയൊക്കെ സെക്ഷനാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ അധികം തിരക്കില്ലാത്തത്. അല്ലാത്ത ദിവസങ്ങളിൽ ഈ ഒരു ഷോപ്പിൽ നല്ല തിരക്കായിരിക്കുവേ. ഇത് ഫുള്ള് ടോയ്സിന്റെ സെക്ഷനാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ ടോയ്സ് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ മോളുമായിട്ടായിരുന്നു വന്നതെങ്കിൽ അവളിതെല്ലാം പെറുക്കിയെടുത്തേനെ കേട്ടോ വാങ്ങിക്കാനായിട്ട്. എനിക്കിനി ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് മോളെ കിൻഡർ ഗാർഡനിൽ നിന്ന് പിക്ക് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ഞാനും മോളും കൂടി ഇവിടെ അടുത്തുള്ളൊരു മാളിലേക്കാണ് പോകുന്നത്. മിലാനിയോ മാൾ എന്നാണ് പേര്. അവിടെ ഈ ഒരാഴ്ച കുറച്ച് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കാരണം ഈ വീക്ക് എന്ന് പറയുന്നത് ഇവിടെ ഫാഷിംഗ് ആണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. അപ്പം അവർ ഫേസ് പെയിന്റ് ആണ് ചെയ്തു കൊടുക്കുന്നത്. ഇതാണ് മോക്ക് അവർ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പൊ ഞാനിവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഈ ഒരു പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 1050 എന്ന പൊടിയാണ്. ഇത് ഞാൻ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാവേ. സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു മാവ് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തി എല്ലാം ഞാനിവിടെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഇവിടെ ഞാൻ സ്ക്വയറിലാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഫസ്റ്റില് ഞാൻ അത് റൗണ്ടിൽ പരത്തും. അതിനുശേഷം അല്പം ഓയിൽ ആഡ് ചെയ്തിട്ട് 4ആയിട്ട് മടക്കും. എന്നിട്ട് അതൊന്നും കൂടി പരത്തുവേ. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാനിത് ഓയിൽ ആഡ് ചെയ്യാതെയാണ് ചുട്ടെടുക്കുന്നത്. എൻ്റെ വീട്ടിലും മജായിക്കാരുടെ വീട്ടിലും ചപ്പാത്തി ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ റൗണ്ടിലായിരിക്കും ഉണ്ടാക്കുന്നത്, ചിലപ്പോൾ ഇങ്ങനെ അടുക്കിട്ടായിരിക്കും പരത്തുന്നത്. വീട്ടിലെ ചപ്പാത്തി റൗണ്ടിലാണോ അതോ സ്ക്വയറിലാണോ ഉണ്ടാക്കുന്നതെന്ന് കമന്റ് ചെയ്യണേ.
ചെയ്തെടുക്കാൻ പോവാണേ. ഇന്ന് ഞാനപ്പം ചപ്പാത്തിയും ചിക്കൻ ഗ്രില്ല് ചെയ്തതാണ്. ഞാൻ ഈ ഒരു ജാറിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്തു. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും പിന്നെ മസാലപ്പൊടിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വലിയ ജീരകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പട്ട ആഡ് ചെയ്തു. പിന്നെ 2 ഏലക്കായ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുത്തേ. മല്ലിപ്പൊടി ആഡ് ചെയ്തു. അപ്പം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തു. അതിന് കുറച്ച് നാരങ്ങാനീരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുവാണ്. എനിക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ നന്നായിട്ട് ഗ്രൈൻഡ് ആയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ അല്പം വാട്ടം കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കുമെങ്കിൽ കുറച്ച് വാട്ടം കൂടി ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കണേ. ഇതിപ്പോൾ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവനിൽ ഒരു 45 മിനിറ്റ് വെക്കാം. പിന്നെ നോമ്പ് തുറക്കാനായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിന്ന് മുട്ട ബജ്ജിയും പിന്നെ ഒനിയൻ ബജ്ജിയാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ചിക്കൻ ഗ്രില്ല് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ആയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയുടെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ട് കേട്ടോ. അപ്പൊ ആരെങ്കിലും ചിക്കൻ ഗ്രില്ല് ചെയ്യുമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സോഫ്റ്റുമാണ് ചിക്കൻ. ചിക്കൻ പകുതി വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. കണ്ടോ, പൊട്ടറ്റോയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നിങ്ങളുടെ നൈബറിന്റെ മോളാണേ. അപ്പം അവക്ക് ഞാൻ മുട്ട ബജ്ജി കൊടുത്തു. അവൾക്ക് ഇഷ്ടമായ മുട്ട ബജ്ജി. അധികം എരിവില്ലാതെയാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആകാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.